നമുക്ക് വീണ്ടും കണ്ണൂരിലേക്ക് പോകാം. ഇപ്പോൾ വരുന്ന വാർത്ത, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കണ്ണൂർ പേരാവൂരിൽ കെ സുധാകരനെ അനുകൂലിച്ചത് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കെ സുധാകരനെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് സണ്ണി ജോസഫിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ബാനറുകളും ഫ്ലക്സുകളും. പേരാവൂർ ടൗണിൽ തന്നെയാണ് ഈ ബാനറുകൾ ഉയർന്നത്. അർജുൻ കല്യാട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അർജുൻ, ഇത് തന്നെയായിരുന്നു പാർട്ടിക്ക് പേടി. KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ലെങ്കിൽ അവിടെ പേരാവൂരിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഭയന്നിരുന്നത്. ഇപ്പോഴാ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഉയർന്നു കഴിഞ്ഞു കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്ന്. കെ സുധാകരൻ കളത്തിലിറങ്ങുന്നു, അല്ലെങ്കിൽ കെ സുധാകരൻ മുന്നറിയിപ്പുമായി അനുകൂലികളൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സണ്ണി ജോസഫിന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ഈ ബാനറുകളിലൂടെ നൽകുന്നത്. കാരണം കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാലം വലിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നിൽ നിന്നും പണിയെടുക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പേരാവൂരിൽ ഉയർന്നിരിക്കുന്നത്. പേരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കുകയാണ്. അതിന്റെ ബാനറുകൾ, അതായത് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ബാനറുകളുടെ തൊട്ടടുത്ത്, അതായത് കെ സുധാകരന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വാചകങ്ങളും എഴുതിയിട്ടുള്ള ആ ബോർഡിന് തൊട്ടടുത്ത് തന്നെ സണ്ണി ജോസഫിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബാനറുകളും ഉയർത്തിയത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമുക്ക് സായി കുമാറിലേക്ക് കൂടി പോകാം. സായി, പിണറായി താഴെയിറക്കാൻ കണ്ണൂരിന്റെ പടനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരന് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്ററുകളുണ്ട്. പക്ഷേ പേരാവൂർ ടൗണിൽ ഇതാ KPCC അധ്യക്ഷന് സണ്ണി ജോസഫിന് മുന്നറിയിപ്പുമായുള്ള ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു. സുധാകരന് സീറ്റില്ലെങ്കിൽ പേരാവൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സുധാകരൻ അനുകൂലികൾ. തീർച്ചയായും വിനീത, സുധാകരൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. പക്ഷേ അതിൽ നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ പേരാവൂരിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള സണ്ണി ജോസഫിനെതിരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കൃത്യമായ മുന്നറിയിപ്പാണ് സുധാകരന്റെ ഫോട്ടോ വെച്ച് ഇപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ഫ്ലക്സ് ബോർഡിൽ ഉള്ളത്. നട്ടുനനച്ചു വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് അതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, പിണറായിയെ താഴെ ഇറക്കാൻ കണ്ണൂരിന്റെ പടനായകൻ വരുന്നു, സുധാകരന് അഭിവാദ്യങ്ങൾ. ഇതിൽ കൃത്യമായി ഒളിയമ്പുള്ളത് സണ്ണി ജോസഫിന് നേരെ തന്നെയാണ്. ഒരു ചെടി നട്ടുവളർത്താൻ അതിന് വെള്ളവും വളവും ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നീട് വെള്ളം തേടി വേരുകൾ സ്വയം ശേഖരിച്ചു കൊള്ളുമെങ്കിലും വളരാനായി ഒഴിച്ചു തന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാറില്ല. അതോടൊപ്പം വളർന്നു വന്ന വഴികളും വളർത്തിയെടുത്ത നേതാവിനെയും ചവിട്ടി മെതിച്ച് യാത്ര ചെയ്യാൻ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട പുതിയ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ശക്തി പകർന്നു തന്നിട്ടുണ്ടാവും. നന്ദിയില്ലെങ്കിലും നന്ദികേടാവരുത് എന്നാണ് ഇപ്പോൾ അതിൽ പറയുന്നത്. സണ്ണി ജോസഫ് സുധാകരന്റെ അനുകൂലിയാണ്, അല്ലെങ്കിൽ സുധാകരൻ കൂടി പറഞ്ഞിട്ടാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ വീണ്ടും കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു പിന്തുണ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അമർഷം ഈ സുധാകരൻ അനുകൂലികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ നീങ്ങും എന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഈ ഒരു ഫ്ലക്സ് ബോർഡിൽ ഉണ്ട്. സുധാകരൻ അനുകൂലികൾ ധാരാളമുള്ള സ്ഥലം കൂടിയാണ് പേരാവൂർ. അവർ പാലം വലിക്കുമോ എന്ന ഒരു ആശങ്ക സണ്ണി ജോസഫിന് കൂടിയുണ്ട്. അതുകൂടി അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ ഡൽഹിയിൽ നിന്ന് വരിക. നേരത്തെ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ അടക്കം അത് പറയുകയും ചെയ്തിരുന്നു, തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത്. ഇപ്പോഴും ഹൈക്കമാൻഡിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഒരു പ്രശ്നം, സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ അതൊരു വികാരമായി, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ പാലം വലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഫ്ലക്സ് ബോർഡുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വിനീത, അതാണ് അപ്പോൾ പേരാവൂർ പിടിക്കാൻ KK ശൈലജയെ CPM രംഗത്തിറക്കുമ്പോൾ ഇതാ പാർട്ടിക്കുള്ളിൽ തന്നെ സണ്ണി ജോസഫിന് ഇത്തരത്തിൽ വെല്ലുവിളി നേരിടേണ്ടി വരികയാണ്. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ പേരാവൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നോക്കൂ സായ്കുമാർ, കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നറിയപ്പെടുന്നയാൾ തന്നെയായിരുന്നു സണ്ണി ജോസഫ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പേരാവൂരിൽ KK ശൈലജ കൂടി എത്തുന്നതോടെ മത്സരം കടുക്കുകയാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കെ സുധാകരൻ അനുകൂലികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ മന്ത്രിസ്ഥാനം മോഹിച്ച് KPCC അധ്യക്ഷൻ തന്നെ കെ സുധാകരനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തീർച്ചയായും അത് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ അമർഷം ഉണ്ടാക്കിയതും വിനീത്. അതായത് സുധാകരനെ വളരെ പെട്ടെന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോട് കൂടിയാണ്, അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് സണ്ണി ജോസഫ് വളരെ പെട്ടെന്ന് ആ പദവിയിലേക്ക് വരികയും ചെയ്യുന്നത്. ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ തന്നെ സുധാകരന് വലിയ അമർഷമുണ്ടായിരുന്നു. അന്നത് അദ്ദേഹം തണുപ്പിച്ചു തന്നെ താൻ പറഞ്ഞ, അല്ലെങ്കിൽ തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ്. പക്ഷേ
പിന്നീട് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ താൻ ഒരിക്കൽ കൂടി മത്സരരംഗത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സണ്ണി ജോസഫ് അക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കെ സുധാകരന് തന്നെ ഉണ്ടായിട്ടുണ്ട്. സണ്ണി ജോസഫ് എംപിമാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പാർട്ടി എടുക്കുമ്പോൾ അതിൽ സണ്ണി ജോസഫിന്റെ കൂടി വോയിസ് ഉണ്ട് എന്നാണ് സുധാകരൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കാത്തിരുന്ന് കാണാം. ഏതായാലും പട്ടിക അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് ഉറപ്പാണ്. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ എന്താകും കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത്? സുധാകരന്റെ നീക്കങ്ങൾ എന്താണ്? വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമോ? അതിന്റെ ഒരു സൂചന തന്നെയാണോ ഇപ്പോൾ പേരാവൂരിൽ ഉയർന്നിരിക്കുന്ന ഫ്ലെക്സുകൾ എന്നതാണ് ചോദ്യം.